വെൽക്കം ബാക്ക് ടു മിസ്സി വ്ളോഗ്സ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ലിവർ ഫ്രൈ ആണ് മക്കളെ. പെപ്പറൊക്കെ ഇട്ടിട്ട് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം 1/2 കിലോ ലിവർ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തത് നമ്മൾ ആ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ ചുവന്നുള്ളി നന്നായിട്ട് തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത്, പിന്നെ അതിലേക്ക് ആവശ്യമായ പെപ്പർ പൗഡർ, ഉപ്പ്, ലേശം ഗരം മസാല പൗഡർ, പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ പൊടികളൊക്കെ ഇട്ടു. പെരിഞ്ജീരകം മറന്നു, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ നമ്മൾ ഉലുവ ഉണ്ടാവില്ല, ഉലുവ കുറച്ച്, വേറെ ചിലപ്പോൾ കയ്പ്പ് രസം അങ്ങനെ വന്നാലേക്ക് കുറച്ച്, പക്ഷേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതെന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് ഒരു മണിക്കൂറത്തെ ഇത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പാൻ ചൂടാക്കിയിട്ട് വെല്ലുള്ളി ആദ്യം കരിവേപ്പിൻ്റെ തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് കുറച്ച് പച്ചമുളക് ഇട്ടിട്ട്, ക്യാമറ പേടിക്കുന്നുണ്ട് കേട്ടോ, പൊട്ടി തെറിക്കണോണ്ട് ബാക്കോട്ട് പോകുന്നുണ്ട് ക്യാമറ. കുറച്ച് വെല്ലുള്ളി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റി ഏകദേശം സെറ്റായതിന് ശേഷം നമ്മൾ കുക്കറിൽ നിന്ന് എന്ത് ചെയ്തു, ആ വേവിച്ച് വെച്ച ബീഫ് ലിവർ ഇതിലേക്ക് ഇട്ടെടുത്തു. അത്യാവശ്യം വെള്ളമുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് പെപ്പർ പൗഡറൊക്കെ ഇട്ടെടുത്തിട്ട് ഗരം മസാലയൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഇത് തിളപ്പിച്ചിട്ട് ആ വെള്ളം വറ്റി നമുക്ക് പാകമായ ആ കൺസിസ്റ്റൻസി ആവുന്ന വരെ ഇതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതിലിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അങ്ങനെ ഇതുണ്ടാക്കിയ ചട്ടിയിൽ ഞാൻ ആ ഫ്രൈ ആവണ നേരം കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ അപ്പോഴേക്കും ലിവർ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കുറച്ച് ചപ്പും പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഏകദേശമൊക്കെ സെറ്റായി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിൽ ഫ്രൈ ആക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയാണ് വരിക. അതിൻ്റെ ഇടയിൽ താത്തൻ്റെ മോള് വന്നിട്ട് ഓൾക്കൊരു ഓംലേറ്റും വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നൊരു